പേഴ്സണൽ ഫിനാൻസ് ജേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് മന്ത്ലി കിട്ടുന്ന സാലറി നമ്മൾ എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് നമുക്കൊരു പക്ഷേ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നോ കിട്ടുന്ന വരുമാനത്തെ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യണം എന്ന് ചുരുക്കം. ഇതിൽ ഭൂരിഭാഗം പേരുടെ കേസിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ആ 1-ാം തീയതി ശമ്പളം കിട്ടുന്നതോടുകൂടി ആദ്യത്തെ ഒരു 10 ദിവസം ഹോം ലോണ്, കാർ ലോണ്, വേറെ എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ അത് നമ്മൾ അടക്കുന്നു. വണ്ടിയിലോട്ടുള്ള പെട്രോള്, കുട്ടികളുടെ സ്കൂൾ ഫീസുകൾ, ഇൻഷുറൻസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഫോണിൻ്റെ ബില്ല് റീചാർജ്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ്, പിന്നെ സ്വിഗ്ഗി, സൊമാറ്റോ അതിൻ്റെ ചാർജ്, ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ്, ഇങ്ങനെ ആമസോണ്, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനുള്ള ചാർജ്. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോഴേക്കും ഏകദേശം 10-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴേക്കിനും ഈ കിട്ടിയ സാലറി തീർന്നിട്ടുണ്ടാവും. വളരെ കുറച്ച് ബാക്കി ഉണ്ടാവുള്ളൂ. ആ ബാക്കിയുള്ള ശമ്പളം വെച്ച് 30-ാം തീയതി വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തള്ളി നീക്കും. അത് കഴിയുമ്പോൾ സംഭവിക്കും, വീണ്ടും നമുക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുന്നു, നമ്മൾ ഹാപ്പിയാണ്. വീണ്ടും ഈ പറഞ്ഞതുപോലെ അടുത്ത EMIകൾ അടക്കുന്നു. അവസാനമാകുമ്പോഴേക്കിനും ചവിട്ടിപ്പിടിച്ച് ആ 30-ാം തീയതി ഇങ്ങോട്ട് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് മിക്ക ആളുകൾക്കും ശമ്പളം കിട്ടുമ്പോൾ സംഭവിക്കുന്നത്. എന്നാൽ ഇതിനൊന്ന് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനും അതോടൊപ്പം നമ്മുടെ വെൽത്ത് വർദ്ധിപ്പിക്കാനും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വെക്കണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാനായിട്ട് പറ്റും. പക്ഷേ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് നമ്മുടെ ശമ്പളത്തിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്? സാലറി കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് സേവിങ്സിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ ചെലവുകളെ കുറിച്ചിട്ടല്ല. അപ്പോൾ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണം. 1-ാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളെ സാലറി വീഴുന്ന അക്കൗണ്ട്, 2-ാമതൊരു സബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതേ ബാങ്കിലാവണമെന്നില്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബാങ്കിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ശമ്പളത്തിൽ നിന്ന് പകുതി 50% വേറൊരു ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ശമ്പളം കിട്ടുന്ന ബാങ്ക് ഉണ്ടല്ലോ, ഇതിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും വേണ്ട. ഇനി ഉണ്ടെങ്കിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ഒരു കാരണവശാലും വെക്കരുത്. ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പേഴ്സിൽ വെക്കരുത്, നിങ്ങളുടെ ഷെൽഫിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ദിനംപ്രതി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആ കാർഡ് എടുത്ത് എല്ലായിടത്തും നമ്മൾ സ്വൈപ്പ് ചെയ്യും, ആ ശമ്പളം തീർന്നു പോകും. അതുകൊണ്ട് 50% മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സാലറി വരുന്ന അക്കൗണ്ട് പിന്നെ ഒരാവശ്യങ്ങൾക്കും തുടരുത്. എന്നാൽ നമ്മൾ മാറ്റി വെച്ച അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് വേണം നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ ശമ്പളത്തിൻ്റെ പകുതി പൈസ കൊണ്ട് നമ്മുടെ എല്ലാ ചെലവുകളും നടന്നു പോകണമെന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെലവുകൾ ആദ്യം നോക്കാം. നിങ്ങൾ റെൻ്റ് അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ റെൻ്റ് അടക്കണം, അതിൻ്റെ മെയിൻ്റനൻസ് അടക്കണം. എല്ലാവർക്കും ഉള്ളതാണ് ഗ്രോസറി, വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കണം. മൊബൈൽ റീചാർജ് ഒഴിവാക്കാൻ പറ്റില്ല, ഇൻ്റർനെറ്റിൻ്റെ റീചാർജ് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് EMIയിലാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും ഒഴിവാക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഈ ബില്ലുകൾ അടച്ചേ മതിയാവും. ഇതാണ് നമ്മുടെ ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നമ്മൾ ആദ്യമേ അങ്ങോട്ട് നിറവേറ്റുക. ചുരുക്കി പറഞ്ഞാൽ സാലറി കിട്ടി 50% മാറ്റിയ ഉടനെ എന്ത് ചെയ്യണം? ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അടക്കണം. പറ്റുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചെറിയ ശമ്പളക്കാർ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ എല്ലായിടത്തും അത് സ്വൈപ്പ് ചെയ്ത് വളരെ വലിയൊരു ബില്ല് വരും. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർ അത് ഒഴിവാക്കുക. അപ്പോൾ ഈ ആവശ്യമായ ചെലവുകൾ ഈ 50% നിന്ന് നടത്തിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പെഷ്യലി വരുന്നത് EMIയും ലോണുകളും. തീർച്ചയായിട്ടും ശമ്പളം കിട്ടി 50% വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ഉടനെ തന്നെ അതെന്ത് ചെയ്ത് വെക്കുക? ആ ബില്ല് അങ്ങോട്ട് അടക്കുക. അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഓട്ടോ ഡെബിറ്റ് ഫെസിലിറ്റി ഉണ്ട്. നമ്മളൊന്നും അറിയണ്ട, നമുക്കൊരു ടെൻഷനും ഇല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ആ ബില്ല് അവിടെ നിന്ന് അങ്ങോട്ട് ഡെബിറ്റ് ചെയ്തിട്ട്
ആ ബില്ല് അടച്ചു പോയിക്കോളൂ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുക. ഇത് ആവശ്യമുള്ളതാണ്, ഇത് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവും, നമ്മൾ അറിയാതെ നിൽക്കുന്ന ഒരു കുറേ ചിലവുകൾ. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ 245 രൂപക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണെങ്കിൽ 2 GB ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്, അൺലിമിറ്റഡ് കോൾസും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരുപക്ഷെ നമുക്കൊരു മാസത്തെ നമ്മളെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഒരുപക്ഷെ നമുക്ക് 2 GB ആവശ്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അതായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് 1 GB മതിയാകും. അപ്പോൾ 250 രൂപക്ക് ചെയ്യുന്ന റീചാർജ് ഒരുപക്ഷെ നമുക്ക് 190 രൂപക്ക് ഒരുപക്ഷെ 1 GB റീചാർജ് കിട്ടിയാൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് 1 GB കട്ട് ഷോട്ട് ചെയ്യാം. അവിടെ നമുക്ക് ചെറിയൊരു പൈസ സേവ് ചെയ്യാമല്ലോ. അതേപോലെ തന്നെയാണ് ഒരുപാട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിൽ, ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറഞ്ഞു ഇതിൽ പല സബ്സ്ക്രിപ്ഷനും ഒരുപക്ഷെ നമ്മൾ കാര്യമായി ഉപയോഗിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ മാസത്തിൽ 1-2 തവണ ഉപയോഗിച്ചാലേ. അപ്പോൾ അത് ആവശ്യമില്ല എങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുക. കാരണം നമ്മൾ അറിയാതെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം പോകുന്നുണ്ടാവും. അത് ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇതര ചെലവുകൾ ഏതാണെന്ന് മനസ്സിലാക്കി ഒരു പെന്നും പേപ്പറും എടുത്ത് വെച്ച് അവിടെ എവിടെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു അവിടെയൊക്കെ ഒഴിവാക്കുക, എവിടെയൊക്കെ കുറക്കാൻ പറ്റുന്നു അവിടെയൊക്കെ കുറക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ന് മിക്ക വീടുകളിലും വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ 100 MBPS റീചാർജ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്ക് 100 MBPS സ്പീഡ് വേണ്ടി വരില്ല. കാരണം നമുക്ക് 50 MBPS സ്പീഡ് മതിയും. അങ്ങനെയെങ്കിൽ 50 MBPS ആക്കി നോക്കുക, അത് സഫീഷ്യൻ്റ് ആണോ? ആണെങ്കിൽ അത് മതിയല്ലോ. എന്തിനാണ് ഈ 100 MBPS ക്യാഷ് കൊടുക്കുന്നത്? അങ്ങനെ എവിടെയാണോ ആവശ്യമില്ലാത്തത് അതെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് 50% നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. ഇത്രയൊക്കെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടും നമ്മുടെ ശമ്പളത്തിൻ്റെ 50 നമ്മൾ എത്രയൊക്കെ പിടിച്ച് ഒഴിവാക്കി കഴിഞ്ഞിട്ടും 50% ഉള്ളിൽ നിൽക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റായിട്ടും നമ്മളിപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാനോ നമ്മൾ നോക്കണം. സാലറി കൂട്ടാനുള്ള മെത്തേഡ്സിലോട്ട് നമ്മൾ കടക്കണം എന്നർത്ഥം. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ മൊത്തം ശമ്പളത്തിനെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് വരുന്ന ശമ്പളത്തിൻ്റെ 10% നമ്മൾ എമർജൻസി ഫണ്ടിന് വേണ്ടി മാറ്റിവെക്കണം. ശമ്പളത്തിൻ്റെ 10%. നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല, ഇല്ലെങ്കിൽ മാറ്റിവെക്കണം. എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പറയാം? നമുക്ക് വളരെ പെട്ടെന്ന് വരുന്ന എമർജൻസീസ്, എന്തെങ്കിലും ആവശ്യങ്ങൾ, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസസ് വന്നു, നമുക്ക് പെട്ടെന്നൊരു സർജറി ചെയ്യണം, നമ്മുടെ കയ്യിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ നമുക്കതിൻ്റെ ക്യാഷ് ഒരു പക്ഷേ നമുക്ക് കൊടുക്കേണ്ടി വന്നേക്കാം. നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്ലൈറ്റ് എടുത്ത് അടുത്ത സ്ഥലത്ത് നമുക്ക് എത്തേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഏത് സമയത്തും ഏത് മനുഷ്യനും ഒരു എമർജൻസി വന്നേക്കാം. ആ എമർജൻസിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ എത്രയാണോ ചെലവ് വരുന്നത് ആ ചെലവിൻ്റെ 6 മടങ്ങ്, 50,000 രൂപ ചെലവ് വരുന്ന ഒരാൾക്ക് 6 × 5 3 ലക്ഷം രൂപയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം. 12 മാസം വരെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ 50% വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി ആ അക്കൗണ്ടിന് മാത്രമേ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉള്ളൂ. നമ്മൾ എവിടെ പോയാലും ആ കാർഡ് വെച്ചിട്ട് നമ്മളെ ചെലവ് നടത്താൻ പാടുള്ളൂ. അങ്ങനെ 50% നമ്മുടെ എല്ലാ ചെലവുകളും നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇനി വരുന്നത് നമ്മളൊരു 10% നമ്മൾ മാറ്റി വെക്കുക. ആ 10% അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസ് എന്തെങ്കിലും വരാം. എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്ന് പറയാം? ഇപ്പോൾ നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഒരുപക്ഷെ ഫാന്, ലൈറ്റ്, ട്യൂബ് ഇങ്ങനത്തെ ഉണ്ടായിരിക്കാം, എയർ കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം. പെട്ടെന്ന് അത് കംപ്ലൈൻ്റ് ആയി, നമുക്ക് ഒരാൾ വിളിക്കണം, അതവിടെ റിപ്പയർ ആണ്. ഇത് എല്ലാ മാസവും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരാം. അതിനൊരു 10% ശമ്പളത്തിൻ്റെത് മാറ്റി വെക്കുക. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ടോട്ടലായിട്ട് 70% നമ്മളെ സാലറിയിൽ നിന്ന് മാറി. ഇനി അടുത്തത് പറയുന്നത് ഒരു 10% നമ്മൾ മാറ്റി വെക്കേണ്ടത് ഷോർട്ട് ടേം ഗോളുകൾക്കാണ്. ഞാൻ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാസം നമുക്ക് ശമ്പളം കിട്ടി, നമ്മളൊരു 10% മാറ്റി വെക്കുന്നു, അടുത്ത മാസം 10%, അടുത്ത മാസം 10%. എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി പോകുന്ന ട്യൂഷൻ സെൻറ്ററിൽ ക്വാർട്ടർലി ഫീസ് അടക്കണം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ക്വാർട്ടർലി ഫീസ് അടക്കണം. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ. അത് എല്ലാ മാസവും ഉണ്ടാവില്ല, പക്ഷെ ഒരു 3 മാസം കഴിയുമ്പോൾ ഒരിക്കൽ വരും. ഇങ്ങനത്തെ ആവശ്യങ്ങളാണ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്യാഷ് എന്ത് ചെയ്യണം? നമ്മളെ ശമ്പളത്തിൽ നിന്ന് ആ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ ഒരു RD ബുക്ക് ചെയ്യുക. RD എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ്.
അപ്പോൾ എല്ലാ മാസവും ആ 10% എന്ത് ചെയ്യും, റിക്കറിംഗ് ഡെപ്പോസിറ്റിലോട്ട് മാറും. അപ്പോൾ നേരത്തെ പറഞ്ഞ എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ എമർജൻസി ഫണ്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ 6 മാസത്തെ ചിലവ് സെറ്റായിട്ടുണ്ടാവും. അതുള്ളവർക്ക് നോ പ്രോബ്ലം, അവർ സെറ്റ് ചെയ്യേണ്ട, അവർ ഇതും കൂടി കൂട്ടിയിട്ട് ഈ ഷോർട്ട് ടേമിന് വേണ്ട ആവശ്യത്തിന് വേണ്ടത് നമുക്ക് ഈ മാസം ആവശ്യമില്ല, അടുത്ത മാസം ആവശ്യമില്ല, പക്ഷെ അതിൻ്റെ അടുത്ത മാസം ആവശ്യമുണ്ടെങ്കിൽ അതാണ് ഷോർട്ട് ടേം. അതിനു വേണ്ടി ഒരു 10% മാറ്റി വെക്കുക. അതവിടെ സാലറിയിൽ കാണാൻ പാടില്ല, അത് കണ്ണിൻ്റെ മുന്നിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആക്കി മാറ്റാൻ പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ഇപ്പം നമ്മൾ 80% കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 20% ബാക്കിയുണ്ട്. സാലറിയുടെ 20% നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയിട്ടാണ്. അതായത് ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ മക്കൾ പഠിച്ച് വളർന്ന് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അവരുടെ മാരേജ്, നമുക്ക് ജോലി എടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മുടെ റിട്ടയർമെൻറ്റ്, ഇങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ഗോളുകൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടൊരു വീട് വെക്കണം എന്നുണ്ടായിരിക്കും, 5 വർഷം കഴിഞ്ഞിട്ടൊരു കാറ് വാങ്ങണ്ടായിരിക്കും. ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ ആഗ്രഹത്തിനും അനുസരിച്ചിട്ടുള്ള ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. അതാണ് ഈ ബാക്കി വരുന്ന ശമ്പളത്തിൻ്റെ 20% എന്ന് പറയുന്നത്. 20% ഇന്ന് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം. അപ്പം ഇതിനെ നമുക്ക് മറികടക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇൻഫ്ലേഷൻ ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് 8.2 അങ്ങനെ പറഞ്ഞാൽ ഇന്ന് 100 രൂപക്ക് വാങ്ങിക്കുന്നൊരു സാധനം അടുത്ത വർഷം ഇതേ സമയം വാങ്ങിക്കടി 108 രൂപ കൊടുക്കണം. നമുക്ക് ബാങ്കിലിട്ടാൽ ഇത് നടക്കുമോ? ഇല്ല. നമുക്ക് 3-4% അവിടെ നമുക്ക് റിട്ടേൺ കിട്ടുന്നുള്ളൂ. അപ്പോൾ ബാങ്ക് ഒരിക്കലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അപ്പം നമുക്ക് ഏതാണ് ഇക്വിറ്റി പോലത്തെ ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ നിക്ഷേപിക്കുക. അതായത് വളരെ റിസ്ക് കുറഞ്ഞിട്ട് ആളുകൾക്ക് ബോണ്ടുകളിൽ, ഡെപ്റ്റ് ഫണ്ടുകൾ, അതേപോലെ ആർബിട്രാജ് ടൈപ്പ് ഫണ്ടുകളിലൊക്കെ അവർക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, വളരെ പ്രായം കൂടിയ ആളുകളാണെങ്കിൽ. ഇനി അതല്ല, ഒരു യങ്സ്റ്റേഴ്സ് ടൈപ്പ് ആണെങ്കിൽ 35 വയസ്സിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 35-40 വയസ്സുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇക്വിറ്റി പോലത്തെ ഇൻസ്ട്രുമെൻറ്റുകളിൽ, അതാണ് സിമ്പിളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ. അതിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട്. അതിലൊക്കെ നല്ല ഒരു പോർട്ട്ഫോളിയോ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ബാക്കി വരുന്ന 20% ഇൻവെസ്റ്റ് ചെയ്യുകയും ഫ്യൂച്ചർ ഗോളിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യാം. ഇനി ലാസ്റ്റ് ഒരു കേസും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് ചില കേസിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമുക്കൊരു ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു സൈഡ് ഇൻകം ഉണ്ടാവാം. ഇപ്പോൾ ഒരു റെൻ്റൽ ഇൻകം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സ്കൂൾ ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ക്യാഷ് നമ്മൾ നല്ല സേഫ് ആയിട്ടുള്ള ചില അസറ്റുകൾ നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം. അതാണ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ട് പറയുന്നത്. ആർബിട്രാജ് ഫണ്ടുകളിൽ, ലിക്വിഡ് ഫണ്ടുകളിൽ, നല്ല ട്രഷറി ടി ബിൽസ് എന്ന് പറയും, ഇങ്ങനത്തെ ടി ബിൽസിൽ നമുക്ക് പാർക്ക് ചെയ്യാം. AAA+ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇങ്ങനത്തേലോട്ടൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് ബാങ്കിനെ പോലെ തന്നെയാണ്, 100% സേഫാണ്. നിങ്ങൾക്ക് ബാങ്കിന് കിട്ടുന്നതിനേക്കാളും 2-3% എക്സ്ട്രാ റിട്ടേണും ഇതിൽ കിട്ടും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യണം. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഓൺ ഡെയിലി ബേസിസിൽ അതിലുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. പോർട്ട്ഫോളിയോനെ കുറിച്ചിട്ടും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും, ETF, സ്റ്റോക്ക്, ഇത്തരത്തിലുള്ള അസറ്റുകൾ എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ട് എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആകാം. നിങ്ങൾ 1 മാസം 1-2 മാസം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏത് സമയം നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ സാലറി വെച്ചിട്ട് എല്ലാ മാസവും ഇത് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതങ്ങോട്ട് മാസം അവസാനം എത്തിപ്പെടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. നല്ല വെൽത്തും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കട്ടെ. നമുക്ക് വരുന്ന ആഴ്ചകളിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.